ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് 50 ഡേയ്സ് സ്റ്റഡി പ്ലാന്റെ ഡേ 36 ആയ ഇന്ന് ഒരു മുൻവർഷ ചോദ്യപേപ്പർ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തായാലും 2021-22 വർഷങ്ങളിൽ PSC നടത്തിയ എല്ലാ ചോദ്യപേപ്പറുകളും നിങ്ങൾ പഠിച്ചിട്ട് വേണം 10th പ്രിലിംസിന് പോകാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ചോദ്യപേപ്പർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യപേപ്പറാണ്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പൊ നമുക്ക് എന്തായാലും വർക്ക്ഔട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം, അടിമത്തം നിരോധിച്ചു, സതി നിരോധിച്ചു, ശൈശവ വിവാഹം നിരോധിച്ചു. SCERT ഫാക്റ്റ് ആണിത്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തവ തിരഞ്ഞെടുക്കുക. പെടാത്തവയാണ് തെലങ്കാന സമരവും സ്വദേശി പ്രസ്ഥാനവുമാണ് ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ ഉൾപ്പെടാത്തത്. അപ്പൊ അഹമ്മദാബാദിലെ തുണിമിൽ സമരത്തിലും ഖേദയിലെ കർഷക സമരത്തിലും ഗാന്ധിജി ഇടപെട്ടിരുന്നു. അടുത്ത ചോദ്യം, ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡികൾ കേസരി മറാത്ത ആരുടെ പത്രങ്ങളാണ്? ബാലഗംഗാധര തിലക്. വന്ദേ മാതരം ലാല ലജ്പത് റായ്. ഓക്കെ, ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള ജോഡികൾ. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളാണ്. പിന്നെ വോയിസ് ഓഫ് ഇന്ത്യ ആരുടേതാണ്? ദാദാഭായ് നവറോജി. അടുത്ത ചോദ്യം, വെനിസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിനിന്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചത് ആരാണ്? സൈമൺ ബൊളിവർ. SCERT ഫാക്റ്റ് ആണ്. ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിന്റെ ഫ്രീഡം. സൈമൺ ബൊളിവർ. 1956 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്ര? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് 1956 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്നത്. കേരളത്തിൽ നടന്ന മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിൽ നടന്ന മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്ന ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾ ഏതെല്ലാമാണ്? മാർച്ച് 21 സെപ്റ്റംബർ 23. ഇതും SCERT ഫാക്റ്റ് ആണ്. മാർച്ച് 21 സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയ്ക്കും നേർമുകളിൽ സൂര്യൻ വരുന്ന ദിവസങ്ങളാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ കേരള PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അൺഅക്കാഡമിയിൽ മെയ് മാസം 11 തീയതി ഒരു ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്. 50 ക്വസ്റ്റ്യൻസ് 75 മിനിറ്റ്. ഇത് കേരള PSC ന്യൂ പാറ്റേൺ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ 10th ലെവൽ പ്രിലിംസ് എക്സാമിനെ ബേസ് ചെയ്തിട്ടും ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. മെയ് 8 തീയതി രാത്രി 8 മണിക്ക് പ്രൈസസും ഉണ്ട്. അപ്പോൾ അറ്റൻഡ് ചെയ്യുക. ഈ ഒരു ചാമ്പ്യൻഷിപ്പ് അറ്റൻഡ് ചെയ്യാനും നിങ്ങൾക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഡിഗ്രി ലെവൽ പ്രിലിംസിനെ ബേസ് ചെയ്തിട്ട് ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് മെയ് മാസം 4 തീയതി. അതുപോലെ SCERT ബേസ് ചെയ്തിട്ട് SCERT മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു 100 ഡേ കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് ഏപ്രിൽ 27 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഫീസിൽ 10% ഡിസ്കൗണ്ട് ആണ് ലഭിക്കുന്നത്. ഓക്കെ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും അന്തരീക്ഷത്തിൽ താപം പ്രസരിക്കുന്ന വിവിധ രീതികൾ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ്? ചാലനമുണ്ട്, സംവഹനമുണ്ട്, അഭിവഹനമുണ്ട്. SCERT ഫാക്ട് തന്നെയാണ്. ഓക്കെ. നാം അധിവസിക്കുന്ന ഭൂമിയും സൗരയൂഥവും ക്ഷീരപഥ ഗാലക്സിയിൽ ഉൾപ്പെട്ടതാണ്. ഇതിന്റെ ആകൃതി എന്താണ്? ഇതിന്റെ ആകൃതി സർപ്പിളാകാരമാണ്. സർപ്പിളാകാരം. കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. കൂട്ടത്തിൽ പെടാത്തത് ചിനൂക്കാണ്. അടുത്ത ചോദ്യം, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവന. ഭൂസ്ഥിര ഉപഗ്രഹം ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിന്റെ സവിശേഷതകളാണ്. സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നു. വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുന്നു.
സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ തിരഞ്ഞെടുക്കുക. സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണം സൈനിക ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, രാഷ്ട്രീയ ഭൂപടം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നബാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഡി ആണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നബാർഡുമായിട്ട് ബന്ധപ്പെട്ടത് ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടു. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾക്ക് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്വതന്ത്ര അധികാരങ്ങൾ നൽകുന്നതിനായി ഭാരത സർക്കാർ നൽകുന്ന പ്രത്യേക പദവി ഏതാണ്? മഹാരത്നയുണ്ട്, നവരത്നയുണ്ട്, മിനിരത്നയുണ്ട്. ഈ 3ഉം ശരിയാണ്. 15 താഴെ പറയുന്ന ജോഡികളിൽ ശരിയായി യോജിക്കുന്നത് ഏത്? ശരിയായി യോജിപ്പിച്ചിരിക്കുന്ന ജോഡി എന്ന് പറയുന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മാനവശേഷി വികസനം എന്നുള്ളതാണ് ഇതില് ശരിയായിട്ടുള്ള ജോഡി. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. 17ാമത്തെ ചോദ്യവും ഡിലീറ്റ് ചെയ്തു. 18ാമത്തെ ചോദ്യം 2017 ജൂലൈ 1 ഇന്ത്യയിൽ നിലവിൽ വന്ന GST ലയിക്കപ്പെടാത്ത നികുതി ഏത്? GST ലയിക്കപ്പെടാത്ത നികുതി ആദായ നികുതിയാണ്. അപ്പോൾ GST ലയിച്ച നികുതികൾ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, കേന്ദ്ര വിൽപ്പന നികുതി, സേവന നികുതി. ഇത് 3ഉം GST ലയിച്ച നികുതികളാണ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷം ഏതാണ്? 1967 സെപ്റ്റംബർ മാസമാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ചത്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 2008 ഓഗസ്റ്റ് മാസം 11. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് മാസം 11-ാം തീയതി. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേശവാനന്ദ ഭാരതി കേസിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത് ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്? കേശവാനന്ദ ഭാരതി കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. താഴെ പറയുന്നവയിൽ ഹരിത കേരളം പദ്ധതിയെ പറ്റി ശരിയായ പ്രസ്താവന ഏത്? ഹരിത കേരളം പദ്ധതിയെ പറ്റി ശരിയായ പ്രസ്താവന മാലിന്യ നിർമ്മാർജ്ജനം, പരിസ്ഥിതി സംരക്ഷണം, കാർഷിക വികസനം തുടങ്ങിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതി. രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെന്റിനെ പറ്റി ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിനു ശേഷം മാത്രമേ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാവൂ. മഴക്കെടുതികൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടി കേരള ദുരന്ത നിവാരണ അതോറിറ്റി യെല്ലോ അലേർട്ട് പുറപ്പെടുവിക്കുന്നതിന്റെ ഉദ്ദേശം എന്ത്? 24 മണിക്കൂറിൽ 6 സെന്റിമീറ്റർ മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ DP ഖേത്താന്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം ആരാണ്? TT കൃഷ്ണമാചാരി. TT കൃഷ്ണമാചാരി. എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് സെൻട്രൽ വിസ്ത? സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് പുതിയ പാർലമെന്റ് സമുച്ചയ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് സെൻട്രൽ വിസ്ത. താഴെ പറയുന്നവയിൽ ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്. കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. 29 കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെ പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം ഏത്? ധനകാര്യ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ ആണ്. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രി ആര്? AB വാജ്പേയി ആണ്. AB വാജ്പേയി. താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ അനുച്ഛേദങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അനുച്ഛേദം 20 ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിനാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യം ഉള്ളത്? ജമ്മു കാശ്മീരിനാണ്. ജമ്മു കാശ്മീർ. മാതാപിതാക്കളുടെ മരണം മൂലം സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുട്ടികളെ വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ധനസഹായ പദ്ധതിയുടെ പേര് എന്ത്? സ്നേഹപൂർവം പദ്ധതി. സ്നേഹപൂർവം. പ്രൈമേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ജീവികളെ പ്രോസീമിയൻസ് എന്നും ആന്ത്രോപോയിഡ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രോസീമിയൻസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവിക്ക് ഉദാഹരണം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ലിമർ ആണ്. ലിമർ.
തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിൽ നിന്നും പുതിയതായി കണ്ടെത്തിയ ഏതിനം സസ്യവിഭാഗത്തിനാണ് മുൻ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി കെ ശൈലജയോടുള്ള ബഹുമാനാർത്ഥം ഇൻസ്പേഷ്യസ് ശൈലജയെ എന്ന പേര് നൽകിയത്? കാശിത്തുമ്പയ്ക്കാണ്. കാശിത്തുമ്പ. മനുഷ്യന്റെ ദഹന പ്രക്രിയയിൽ രാസാഗ്നികൾക്ക് പ്രധാന പങ്കുണ്ട്. മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നി ഏതാണ്? ട്രിപ്സിൻ ആണ്. വൈറസ് വഴി ഉണ്ടാകുന്ന രോഗം മഞ്ഞപ്പിത്തം. താഴെ പറയുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ കിട്ടുന്ന സേവനങ്ങളിൽ ഏതാണ് ശരി? ഉത്തരം മരുന്ന് കൊടുത്തുള്ള ചികിത്സ, അതുപോലെ പ്രതിരോധ കുത്തിവെപ്പ്. മരുന്ന് കൊടുത്തുള്ള ചികിത്സ, പ്രതിരോധ കുത്തിവെപ്പ്. പാപ്സ്മിയർ പരിശോധന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാപ്സ്മിയർ പരിശോധന അർബുദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിയന്ത്രിക്കുന്ന നിയമം ഏതാണ്? കോഡ്പ നിയമമാണ്. കോഡ്പ. ആധുനിക വൈദ്യശാസ്ത്ര പഠനം നടത്തിവരുന്ന കേരളത്തിലെ സർക്കാർ സ്ഥാപനം ഏതാണ്? കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ്. ഒരു ഉപഗ്രഹത്തിന്റെ ഗതികോർജം 2 mJ ആണ് എങ്കിൽ ആ ഉപഗ്രഹത്തിന്റെ ആകെ ഊർജം എത്രയായിരിക്കും? ഉത്തരം -2 mJ. ഒരു ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറത്തിന്റെ വ്യതിയാന കോൺ എത്രയാണ്? 54.2 ഡിഗ്രി. 54.2 ഡിഗ്രി. അടുത്ത ചോദ്യം, വായു മൂലമുണ്ടാകുന്ന ഘർഷണം എങ്ങനെ കുറയ്ക്കാം? സ്ട്രീം ലൈനിങ് വഴിയാണ് കുറയ്ക്കാവുന്നത്. SCERT ഫാക്റ്റ് ആണ്. അടുത്ത 46ാമത്തെ ചോദ്യമാണ്, സൂര്യന്റെ അന്തരീക്ഷമായ കൊറോണയിൽ അനുഭവപ്പെടുന്ന കഠിനമായ ചൂടിനെ കുറിച്ചും മറ്റ് സൗര പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കാനും ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന പേടകത്തിന്റെ പേര് എന്ത്? ആദിത്യ L1. ആദിത്യ L1. ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യ രൂപം ഏതാണ്? ജാൻ ടെല്ലർ മെറ്റൽ. ജാൻ ടെല്ലർ മെറ്റൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആദ്യത്തെ കൃത്രിമ മൂലകം ഏത്? ആദ്യത്തെ കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം. നൈട്രജൻ വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില 126.4 കെൽവിൻ ആണ്. ആംഫോടെറിക് ഓക്സൈഡിന് ഉദാഹരണം താഴെ തന്നിരിക്കുന്നതിൽ Al2O3. കോവിഡുമായി ബന്ധപ്പെട്ട് സ്വാപ്സെക് എന്താണ്? സ്വാപ്സെക് എന്നത് ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുമചിത്രമായ ഗജേന്ദ്രമോക്ഷം ചിത്രണം ചെയ്യപ്പെട്ടുള്ളത് എവിടെയാണ്? കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. കൃഷ്ണപുരം കൊട്ടാരം. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ പ്രസിദ്ധനായ എഴുത്തുകാരൻ ആര്? PC കുട്ടിക്കൃഷ്ണനാണ്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ പഠനം ഉറപ്പുവരുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഫസ്റ്റ് ബെൽ. ഫസ്റ്റ് ബെൽ. കണ്ണശ സ്മാരകം ആരുടെ സ്മരണയ്ക്കുള്ളതാണ്? കണ്ണശ സ്മാരകം നിരണം കവികളുടെ സ്മരണയ്ക്കുള്ളതാണ്. കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ ഉദയ സ്റ്റുഡിയോ ആണ്. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര്? അവാനി ലേഖര. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. 60ാമത്തെ ചോദ്യം, ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ശരിയായിട്ടുള്ള പ്രസ്താവന, ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഭാഷാ പ്രോസസ്സറുകളും സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങളാണ്. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകൾ പുനഃക്രമീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ. ഓക്കെ. അടുത്ത ചോദ്യം, സൈബർ കുറ്റകൃത്യ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ശരിയായി പൊരുത്തപ്പെടുത്തിയ ജോഡികൾ ഏതെല്ലാമാണ്? ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ്, വസ്തുവകകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ ശരിയാണ്. ഇന്റർനെറ്റ് സമയ മോഷണം, വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ, അത് ശരിയാണ്. സൈബർ ഭീകരത, സർക്കാരിനെതിരെ സൈബർ കുറ്റകൃത്യങ്ങൾ, അതും ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് വേർഡ് പ്രോസസ്സറുകൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്നത്? ഉത്തരം ലിബർ ഓഫീസ് റൈറ്റർ. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഇന്റർനെറ്റിലെ സേവനങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. സേവനം അല്ലാത്തത് ടോപ്പോളജിയാണ്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്തുവാൻ സാധ്യമല്ല.
താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രസ്താവനകൾ മനസ്സിലാക്കിയ ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇപ്പൊ രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതില് ഈ രണ്ട് പ്രസ്താവനയും ശരിയാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നിയമിക്കുന്ന ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷനിൽ പ്രസിഡന്റും കൂടാതെ 4-ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം. ദേശീയ കമ്മീഷന് മുമ്പാകെ നേരിട്ട് സമർപ്പിക്കുന്ന പരാതികൾക്ക് അതിന്റെ അധികാര പരിധി നിശ്ചയിക്കുന്നതിനായി 10 കോടിയിലധികം രൂപയുടെ വില ഉണ്ടായിരിക്കണം. അടുത്ത ചോദ്യം, ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന 2005 നിയമം അനുസരിച്ച് ഗാർഹിക പീഡനം എന്ന നിർവചനത്തിന്റെ പരിധിയിൽ വരാവുന്നത് ഏതാണ്? ഉചിതമായത് തിരഞ്ഞെടുക്കുക. ഉത്തരം മേൽപ്പറഞ്ഞവയെല്ലാം ശരിയാണ്. ശാരീരികമായ പീഡനം, ലൈംഗികമായ പീഡനം, വാക്കുകൾ കൊണ്ടും മാനസികവുമായ പീഡനം. മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചെലവ് നൽകുന്ന 2007 നിയമം അനുസരിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. എയും ബിയും ശരിയല്ല. തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനയും ശരിയല്ല. അപ്പൊ രണ്ടും പഠിക്കേണ്ട കാര്യമില്ല. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്കുള്ള ചെയർപേഴ്സണെയും അംഗങ്ങളെയും സംബന്ധിച്ച് താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം രണ്ട് പ്രസ്താവനയും ശരിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നതിനുള്ള ശുപാർശ ചെയ്യുന്ന സമിതിയിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്നു. ചെയർപേഴ്സണായി നിയമിതനായ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് കേരള ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യം, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം അനുസരിച്ച് താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക. രണ്ട് പ്രസ്താവനയും ശരിയാണ്. ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വിവിധ കുറ്റകൃത്യങ്ങളിൽ അതിന്റെ ഗൗരവം അനുസരിച്ച് പരമാവധി വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. നിയമവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ നിന്ന് മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ ആയിരിക്കരുത്. അവസാനത്തെ ചോദ്യം, കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് 2014 അനുസരിച്ച് താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ഉചിതമായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക. ഉത്തരം രണ്ട് പ്രസ്താവനയും ശരിയാണ്. ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് ആണ്. ന്യൂനപക്ഷം എന്നത് 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള സമുദായമായിരിക്കണം. കമ്മീഷൻ അംഗങ്ങളിൽ ഒരു വനിത ഉണ്ടായിരിക്കേണ്ടതും അത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ആയിരിക്കേണ്ടതുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച 70 GK ചോദ്യങ്ങൾ. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ചോദ്യങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ചാനൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിരിക്കാം, ജോയിൻ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്